ഗുരുവായൂരിൽ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് ഇടത്തരികത്ത് കാവിലമ്മയുടെ താലപ്പൊലി. അതറിയാവുന്ന കണ്ണൻ നല്ല ഉത്സാഹത്തിലും ആവേശത്തിലും ഒക്കെയാണ് കേട്ടോ. കണ്ണൻ്റെ പൂജകളൊക്കെ ഇന്ന് നേരത്തെ കഴിയും. പകല് 11:30 നട അടയ്ക്കുമെന്നാ അച്ഛൻ തിരുമേനി പറഞ്ഞ്. കാവിലമ്മയുടെ ഉത്സവം എന്ന് വെച്ചാൽ കണ്ണനെ സംബന്ധിച്ചിടത്തോളം ആഘോഷം തന്നെയാണ്. താലങ്ങളും താലപ്പൊലിയും അതും കൊണ്ടുവരുന്ന അമ്മമാരും കുട്ടികളും അക്ഷതത്തിൻ്റെ മണവും എല്ലാം കണ്ണൻ മുൻകൂട്ടി കാണുന്ന പോലെ. ഇന്ന് അമ്മയുടെ ദിവസമാണ്. ഉണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ചെണ്ടമേളമൊക്കെ ശക്തമായി ഉണർന്നപ്പോൾ കാവിനുള്ളിൽ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ കണ്ണുകളിൽ ചെറിയൊരു ഭയം മിന്നി. അമ്മയുടെ ശക്തി ഭൂമിയിൽ നിറയുന്ന നിമിഷമാണത്. വെളിച്ചപ്പാടിലൂടെ അമ്മ സംസാരിക്കുന്ന സമയം. ദൈവികതയുടെ തീവ്രത കുഞ്ഞു കണ്ണൻ പോലും അനുഭവപ്പെട്ടു. കണ്ണൻ പതിയെ ചെന്ന് അച്ഛൻ തിരുമേനിയുടെ പിന്നിലേക്ക് മാറി നിന്ന് അവിടെ ഒളിഞ്ഞു നിന്നുകൊണ്ട് എല്ലാം കണ്ടു. വെളിച്ചപ്പാടിൻ്റെ തുള്ളലും മഞ്ഞൾപ്പൊടിയൊക്കെ വാരി വെതറി അന്തരീക്ഷം മുഴുവനും മഞ്ഞൾ പ്രഭയാക്കും. അമ്മയുടെ ദൈവവാക്കുകൾ, ഭക്തരുടെ ഭക്തി എല്ലാം കണ്ണൻ്റെ കാഴ്ച തന്നെയാണ്. ഭയം വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു അച്ഛൻ തിരുമേനി. കുറച്ച് കഴിഞ്ഞ് തുള്ളലൊക്കെ അവസാനിച്ചു. ചെണ്ടനാദം ശാന്തമായി. അമ്മയുടെ അനുഗ്രഹം അക്ഷതമായി ഭക്തരുടെ മേൽ വീണു. അപ്പോൾ ഉണ്ണിക്കണ്ണനും മുന്നോട്ട് വന്നു. അവൻ പഴയതുപോലെ വീണ്ടും സന്തോഷത്തോടെ കണ്ണുകളിൽ കൗതുകവുമായി താലപ്പൊലി കാണാൻ വന്നെത്തിയ ഭക്തരെയൊക്കെ അനുഗ്രഹിച്ച് അവിടെ നിന്നു. കുട്ടികളുടെ ചിരിയും അമ്മമാരുടെ പ്രാർത്ഥനയും കാവിലമ്മയുടെ കരുണയും അവയെല്ലാം ആ കുഞ്ഞു കണ്ണൻ ഹൃദയത്തിൽ ചേർത്തെടുത്തു. ഉണ്ണിക്കണ്ണൻ്റെ ഇടത്തുവശത്ത് എപ്പോഴും എന്ന പോലെ ഇടത്തരികത്ത് കാവിലമ്മ സ്നേഹത്തോടെ എല്ലാം നോക്കി നിന്നു. ഉണ്ണിക്കണ്ണൻ്റെയും ഇടത്തരികത്ത് കാവിലമ്മയുടെയും അനുഗ്രഹം എപ്പോഴും എല്ലാ ഭക്തരോടൊപ്പം ഉണ്ടാകട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.